ഇന്നെന്താ പരിപാടി എന്നറിയോ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു പീനട്ട് ബട്ടർ ഷേക്കാണ് കേട്ടോ. പീനട്ട് ബട്ടർ നമ്മൾ വീട്ടിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നിലങ്കടലയാണ്. നിലങ്കടല നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമുക്ക് വറുത്ത നിലങ്കടലയും ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചാലും നമ്മൾ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഇതുപോലെ ബ്രൗൺ കളർ, തൊലിയൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരുന്നവരെ ഒന്ന് വറുത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം. ഞാനിത് തൊലിയെല്ലാം കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പീനട്ട് ബട്ടർ നമുക്ക് റെഡിമെയ്ഡായിട്ട് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പക്ഷേ നമുക്കിത് സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പൊടിഞ്ഞില്ല, വീണ്ടും ഒന്നും കൂടെ പൊടിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് തേനാണ് കേട്ടോ. തേൻ വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നല്ല തേൻ നോക്കിയിട്ട് വേണം വാങ്ങാൻ. നമ്മുടെ കടകളിലൊക്കെ നമ്മുടെ വെല്ലമൊക്കെ കലക്കിയിട്ട് വിൽക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ. അപ്പോൾ നല്ല തേൻ നോക്കി വാങ്ങുക. അതിനുശേഷം ഈ തേൻ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. തേനി ചേർത്ത് അരയ്ക്കുന്ന സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. എല്ലാം കൂടി ഉരുണ്ട് മിക്സീൻ്റെ ഒരു ഭാഗത്തേക്ക് ഈ കട്ടിയായിട്ട് വരും. അതൊന്നും നോക്കട്ടെ, നന്നായിട്ട് ഫുൾ ഇതിലിട്ട് നമ്മളൊന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ ഈ ക്രീമി പരുവത്തിലേക്കായി വരുന്നത് കാണാം കേട്ടോ. വീണ്ടും നമ്മൾ കുറച്ചും കൂടെ തേൻ അതിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നന്നായിട്ട് അരഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ചെറിയ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ നിലങ്കടലയുടെ എണ്ണയൊക്കെ ഇറങ്ങി വന്ന് ഇതൊരു ക്രീമി പരുവത്തിൽ നമ്മുടെ പീനട്ട് ബട്ടർ ഏതാണ്ട് റെഡിയായി വന്നിട്ടുണ്ടാവും കേട്ടോ. ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ക്രീമി പരുവത്തിൽ നമ്മുടെ പീനട്ട് ബട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നിലങ്കടല എണ്ണയൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന പീനട്ട് ബട്ടറിൽ എന്തായാലും മായം കലർത്തിയിട്ടുണ്ടാവുമല്ലോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പീനട്ട് ബട്ടർ നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഷേക്ക് നമ്മൾ തയ്യാറാക്കണം. ഷേക്കിനായിട്ട് ഞാനൊരു വലിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നേന്ത്രപ്പഴം ചെറുതായിട്ട് മുറിച്ചെടുക്കണം. മുറിച്ചെടുത്ത നേന്ത്രപ്പഴം നമുക്ക് മിക്സീൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് നല്ല കട്ട പാലാണ് കേട്ടോ. നമ്മുടെ അങ്ങാടിക്കാരിയെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ, മറക്കല്ലേ. ഞാൻ ഈ പാല് മുഴുവനായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ പീനട്ട് ബട്ടർ ഉണ്ടല്ലോ, അത് ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പീനട്ട് ബട്ടറും കൂടെ ചേർത്തതിന് ശേഷം ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അടിച്ചെടുക്കാൻ കുറച്ച് പണിയുണ്ടാവും. ഈ പീനട്ട് ബട്ടർ അങ്ങനെ ഉരുണ്ട് കളിക്കും കേട്ടോ. അടിഞ്ഞു വരാൻ കുറച്ച് പണിയുണ്ടാവും. കുറച്ചധികം സമയത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പീനട്ട് ബട്ടർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പീനട്ട് ബട്ടർ അല്ല, പീനട്ട് ബട്ടർ ഷേക്ക്. ഇവിടെ ഹെൽത്തി ആയിട്ടുള്ള പീനട്ട് ബട്ടർ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്.